എടോ നാരായണ, എന്തോ തന്റെ അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. അസുഖം മുഴുവൻ മാറുന്നതിന് മുമ്പ് പട്ടയടിക്കുന്നത് നല്ലതല്ലെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം. ദേഹമിളകി ഓടരുതെന്ന് പറയണം. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയേണ്ടി വന്നു എന്ന് വെച്ചോളൂ. കൈമളുടെ വർക്ക്ഷോപ്പ് എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല. അമേരിക്കയിലും ഒന്ന് തുടങ്ങണം എന്ന് കരുതിയിരിക്കുകയാണ്. ഓഹോ, നല്ലതാണ്. തനിക്ക് നല്ല ജോലി അറിയാമല്ലോ. പിന്നെ അമേരിക്കയിലൊക്കെ ആൾമാറാട്ടത്തിന് കടുത്ത ശിക്ഷയല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? ഇന്ത്യയിൽ ആൾമാറാട്ടം വലിയ കുറ്റമാണ്. അമേരിക്കയിൽ അതിലും വലിയ കുറ്റമാണോ എന്ന് അറിയണം. എന്നിട്ട് വേണം അമേരിക്കൻ പോലീസിനെ വിളിക്കണോ ഇന്ത്യൻ പോലീസിനെ വിളിക്കണോ എന്ന് തീരുമാനിക്കാൻ. എന്തിനാ? തന്നെ അറസ്റ്റ് ചെയ്യാൻ. പോണോടെ നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ള പന്താണെന്ന് കരുതിയ രാമമേന. എടാ, നിന്നെപ്പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ വലിയവന്മാർ ചമഞ്ഞ് എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്, എത്രയെത്ര കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. അവന്റെ കാര്യം പോട്ടെ, അവൻ അത്രയ്ക്കേ സംസ്കാരമുള്ളൂ. നിങ്ങളൊന്നുമില്ലെങ്കിലും സമൂഹത്തിൽ 4 പേരറിയുന്ന മാന്യപ്പെട്ട വ്യക്തിയല്ലേ. ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവളോടോ അവളുടെ വേണ്ടപ്പെട്ടവരോടോ നേരിട്ട് പറയുന്നതല്ലേ അന്തസ്സായ മാർഗം. എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി സാർ, ക്ഷമിക്കണം. എടോ വാടകത്തണ്ടേ, താനും പോ. അവിടെ നിന്നോട് ആര് പറഞ്ഞു പോവാൻ? നിനക്ക് എന്റെ ഒരു സൽക്കാരം ബാക്കിയുണ്ട്. ഇനി മേലാലെങ്കിലും കൊള്ളാവുന്ന കുടുംബത്തിൽ ചെന്ന് ഇത്തരം പോക്കൃതരം കാണിക്കരുത്. ആ ഗോവിന്ദൻ എവിടെ? അവൻ സുഖമില്ലാതെ കിടക്കുക. ഞാൻ വിളമ്പിത്തന്ന പോരെ? മതി മതി. പതിവില്ലാതെ എന്താ അച്ഛനോട് ഇത്ര കൂടുതൽ സ്നേഹം? അല്ലെങ്കിലും അച്ഛനോട് എനിക്ക് സ്നേഹമില്ലേ? കാള വാല് വെക്കുന്നത് എന്തിനാന്ന് അറിഞ്ഞൂടെ? എന്താന്ന് വെച്ചാൽ അച്ഛനോട് തുറന്നു പറ. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. എനിക്കൊരാളെ ഇഷ്ടമാണ്. എന്റെ നാരായണ, ഞാൻ ഈ കേൾക്കുന്നത് ശരിയാണോ? അതെ. അച്ഛന്റെ സമ്മതം വാങ്ങിയിട്ട് വേണം പുള്ളിക്കാരന്റെ അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ. ആരാ ആള്? പ്രേംകുമാർ എന്ന് പറയുന്ന. അയാളൊരു ഗായകൻ കൂടിയല്ലേ? അതെ. എനിക്ക് അയാളെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞൂടാ. ഒരിക്കലൊരു പരിപാടിക്ക് അവന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ഭംഗിയായിട്ട് പാടും. പിന്നെ മറ്റു കാര്യങ്ങൾ നിന്റെ സെലക്ഷൻ അല്ലേ, മോശാവാൻ വഴിയില്ലല്ലോ. എനിക്ക് ഏതായാലും വിരോധമില്ല. പിന്നെ അയാളുടെ അമ്മ വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എന്താ പെണ്ണേന്ന് പതിവില്ലാത്ത ഓട്ടവും ചാട്ടവും? പറയട്ടെ. എന്താ എത്ര വലിയ ആനക്കാര്യം? നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചിരിക്കുന്നു. റിയലി? ഇന്ന് തന്നെ അമ്മയ്ക്ക് ഞാൻ ടെലഗ്രാം അടിക്കുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ്. എന്താ? ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. പെണ്ണിന്റെ സൈഡിൽ നിന്ന് ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സത്യം പറഞ്ഞ മൂപ്പിലാൻ സമ്മതിക്കുമോന്ന് എനിക്ക് അല്പം ഭയമുണ്ടായിരുന്നു. നീ എന്താ ആകെ തളർന്നിരിക്കുന്നത്? നിന്നെ ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കായിരുന്നു. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എടാ, ഇന്നോ ഇന്നലെയോ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയല്ലോ. വിളിക്കാതെ കാര്യം പറയും. ഞങ്ങളുടെ കള്ളക്കളി മുഴുവൻ അവളുടെ അച്ഛൻ കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? ആ കഥ കഴിഞ്ഞു. പ്രേം, നിനക്കറിഞ്ഞുകൂടാ, അവളെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ലോകം കണ്ട ഏറ്റവും വൃത്തിയായിട്ടവനായി തരും. ശംഭു, നീ ഇത്ര സീരിയസ് ആണോ? അതേടാ, മുന്നോട്ട് പോകാനുള്ള എന്റെ വഴി മുഴുവൻ ഇരുട്ടാണ്. ആ വഴിയിലേക്ക് അല്പം വെളിച്ചം കാണിച്ചു തരാൻ സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എവിടെയെല്ലാം തേടിയെന്ന് അറിയുമോ? അവസാനം കണ്ടുമുട്ടി. എന്റെ പ്രതീക്ഷയെല്ലാം തകർത്തെറിഞ്ഞ്
അവൾ പോയാൽ ഞാൻ ആകെ തകർന്നു പോകും പ്രേം. ശംഭു, നീ വിഷമിക്കണ്ട, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. കുട്ടിക്കാലം മുതൽക്കേ എല്ലാ കാര്യവും നമ്മൾ ഒരുമിച്ചേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെ വിവാഹം ഒരേ പന്തലിൽ ഒരേ മുഹൂർത്തത്തിൽ നടത്തണം. പക്ഷെ നാളെ രാവിലെ നീ ആ കുട്ടി എനിക്ക് കാണിച്ചു തരണം. ഓക്കെ? ഓക്കെ. എവിടെയാണ് നിന്റെ സ്റ്റാർ? കാണാനില്ലല്ലോ. നീ ബഹളം വെക്കാതെ, അവളിപ്പോ വരും. ഇക്കണക്കിന് നീ പെണ്ണിനെ കെട്ടിയാൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഡിന്നറേ കിട്ടൂ. അത്രയ്ക്ക് കൃത്യനിഷ്ഠയാണ്. ഇതാ വരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൾ സുന്ദരിയല്ലേ? മഞ്ഞുതുള്ളിയെ പോലെ നിഷ്കളങ്കയല്ലേ? ഞാനും അവളും ചേർന്നുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാം. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയാൽ നീ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം നീ തന്നെ കുട്ടിയോട് സത്യം തുറന്നു പറഞ്ഞു നോക്ക്. പറയേണ്ടത് അപ്പോൾ പറയുന്നതാണ് നല്ലത്. എല്ലാ സന്ദർഭം വരാൻ വേണ്ടി മനസ്സൊളിപ്പിച്ചു വെച്ചിട്ട് പ്രതീക്ഷിക്കാതെ പലതും തിരിച്ചടിക്കുമ്പോൾ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? നാളെ തന്നെ നീ ശോഭയോട് എല്ലാം തുറന്ന് സംസാരിക്കും. ഹലോ, ഞാനാണ് ശംഭു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശോഭ ക്ഷമിക്കണം, പ്ലീസ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് ശോഭയുടെ ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ്? ഫോണിൽ പറയാനാവില്ല, നേരിട്ട് കാണണം. വൈകുന്നേരം ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ചെലവഴിച്ചൂടെ? ഓക്കെ. കുറെ കാലമായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ മുമ്പിൽ ഈ വേഷം കെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ശംഭു, കാര്യം പറയും. എനിക്ക് ശോഭ ഇഷ്ടമാണ്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ശോഭ എന്ത് പറയുന്നു? മൗനം സമ്മതമെന്ന് ഞാൻ ഊഹിച്ചോട്ടെ? എന്ത് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ശംഭുവിനോട് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. ശംഭു മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ പോകുന്നു. എന്താണ് തുറച്ചു പോകുന്നത്? അങ്ങ് മനസ്സിലായില്ലേ? നിനക്ക് സഞ്ചരിക്കാൻ കാറുണ്ട്, താമസിക്കാൻ കൊട്ടാരം പോലത്തെ വീടുണ്ട്, കുമ്പിട്ട് നിൽക്കാൻ ജോലിക്കാരുണ്ട്, താളത്തിനൊത്തുകൊള്ളാൻ മദ്യവും മധുരാക്ഷിയുണ്ട്. പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയങ്ങളുണ്ടോടാ? ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് നീ ലോഡ് ജീവിക്കുന്നത്? നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് കരഞ്ഞാലോ? നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. എന്റെ മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ഈ ഒരേ ഒരു വഴിയെ എനിക്ക് വേണ്ടി തുറന്നു കിടപ്പുള്ളൂ. ആ വഴിയെ പോവാൻ ഞാൻ തീരുമാനിച്ചു. അവസാന യാത്രയ്ക്കുള്ള വഴി. ശംഭു പാവയാണ്ട. I'm an orphan. I'm a bastard. I'm going to hell. ശംഭു, നീ അബദ്ധം കഴിക്കരുത്. പറയുന്നു കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ് മൂവ് ഔട്ട് ഓഫ് മൈ വേ. ശംഭു, ഞാനാ പറയുന്നത്. കേൾക്ക്.